കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു അടിപൊളി മിക്സർ തയ്യാറാക്കിയാലോ? വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ബോംബെ മിക്സ്ചർ മുട്ട മിക്സർ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഹെൽത്തിയായ മുതിര വറുത്തുകൂട്ടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഈ നാടൻ പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ? സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 100 ഗ്രാം മുതിര നല്ലവണ്ണം കുതിർത്തിയെടുക്കണം. ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തിയെടുക്കണം കേട്ടോ. മുതിരക്ക് പകരം ചെറുപയർ എടുക്കാം, അല്ലെങ്കിൽ മസൂർ ദാൽ പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 മണിക്കൂറൊക്കെ ആഴപ്പോയത്തേനും നമ്മളെ മുതിര നല്ലവണ്ണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ആദ്യമായിട്ട് നമുക്ക് സേവ ഉണ്ടാക്കാൻ വേണ്ടത് 250 ഗ്രാം കടലമാവാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിക്ക് പകരം യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. പച്ചവെള്ളമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കരുത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്ന ബാറ്റർ ഒരിത്തിരി റഫായിട്ട് കനത്തിലല്ലേ ഉണ്ടാക്കുക, ഇത്തിരി വെള്ളം മാതിരിയൊക്കെ ആയിട്ട് സ്മൂത്തായിട്ട് വേണം, നല്ല പോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ കുഴച്ചെടുത്ത് സെറ്റാക്കി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സേവനായി എടുത്തിട്ട് നമ്മുടെ കുഴച്ച് വെച്ച മാവ് സേവനായിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് വരെ പാന് നല്ല ഫ്ലെയിമിൽ കത്തിച്ച് പിന്നെ നമ്മുടെ മാവ് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സേവയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് സേവയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ടൊക്കെയാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ സേവനായിലിട്ടിട്ട് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് ആവി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ മാവ് സേവനായിൽ നിന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ എണ്ണയിൽ നിന്ന് ഒരു ആവി കയ്യുമ്മക്ക് വരും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് സേവനായിൽ പീച്ചി കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്പിയായ അടിപൊളി സേവയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ രസം അല്ലേ, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച മുതിര നമുക്ക് വറുത്തെടുക്കാം. നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം കേട്ടോ നമ്മളെ മുതിര, അല്ലെങ്കിൽ നമ്മൾ പച്ചമുതിര കടിക്കുന്നത് മാതിരി ഉണ്ടാവുക. നല്ലവണ്ണം വറുത്തെടുത്താലാണ് നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. മുതിരൊക്കെ വറുത്ത് കോരി അടുത്തതായിട്ട് നമുക്ക് വേപ്പിൻ്റെ ഇലയൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കാം. വേപ്പിൻ്റെ ഇലയും നല്ലവണ്ണം വറുത്തിട്ട് ഇങ്ങനെ തൊടുമ്പോൾ പൊടിയുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ ഇലയും ആയി കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വെക്കാം. പാന് നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളുടെ ഈ സേവയൊക്കെ ചുറ്റിച്ചെടുക്കാൻ. ഒരു 10-12 പ്രാവശ്യമായിട്ടാണ് ഞാൻ നമ്മുടെ സേവയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ മുട്ട മിക്സർ തയ്യാറാക്കാൻ വേണ്ടി സേവ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല പാകത്തിന് പൊടിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നല്ലോണം ചെറുതായിട്ടുണ്ട് പൊടിഞ്ഞ് കിട്ടണ്ട കേട്ടോ. അപ്പോൾ നമുക്കുള്ള മിക്സർ കാണാനൊരു ഭംഗിയുണ്ടാവില്ല. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന മിക്സറില്ലേ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച നമ്മളെ ക്രിസ്പിയായ മുതിര ഇട്ട് കൊടുക്കാം. മുതിരയൊക്കെ നല്ല കറന്ന് പറഞ്ഞ് കടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, അത് മിക്സ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ മുട്ട മിക്സറിൻ്റെ ആ ഒരു ടെക്സ്ചർ വന്നു. ഇപ്പം തന്നെ കാണാൻ എന്തോ ഒരു ഭംഗി, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇങ്ങനെയുള്ള മിക്സറൊന്നും നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പം നമ്മുടെ വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടെ മുട്ട മിക്സ്ചർ ഇരട്ടി രുചിയും നല്ലൊരു മണവും കിട്ടും കേട്ടോ.
വേപ്പിൻ്റെ ഇലയും നമുക്കൊന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുക്കാം കേട്ടോ. അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ മിക്സറിൽ കിടക്കുമ്പോൾ ഒരു ഇതില്ല കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ലാസ്റ്റായിട്ട് ഒരു അല്പം ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി നമ്മുടെ മിക്സറിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ആവുന്ന വിധം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളെ സൂപ്പർ ടേസ്റ്റി അടിപൊളിയായ മുട്ട മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചില നാട്ടിലൊക്കെ ബോംബെ മിക്സർ എന്ന് പറയും. അതുപോലെ വേറെ പല പേരുകളും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മിക്സറിന്. നല്ല ടേസ്റ്റുള്ള ഒരു ചായക്കപ്പൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മിക്സറാണ്. ഇതുപോലെ എയർ ടൈറ്റ് ആയ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇതിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറയുമ്പോഴൊക്കെ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഈ ബോംബെ മിക്സറിന് വേണ്ടിയിട്ട്, മുട്ട മിക്സർ എന്നൊക്കെ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കടയിലൊക്കെ 100 ഗ്രാമിന് തന്നെ 40ഉം 50ഉം രൂപയൊക്കെ ഇതിന് കൊടുക്കണം. അത്രയൊന്നും കൊടുക്കാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നല്ല ഹെൽത്തിയായ പല ഫുഡുകൾ ഉണ്ടാക്കുന്ന വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയി നോക്കുക. ഗുഡ് ബൈ, അസ്സലാം.